ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും ഭവനങ്ങളിലും ഫേസ്ബുക്കിലുമായി ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിനായി കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു മാസത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ചേർന്ന് വരുന്നു. കർത്താവ് നമ്മെ ഇന്ന് പകലും അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദിവസം ഈ പ്രാർത്ഥനയോടെയായിരിക്കാം. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നിസ്തുല്യ സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തുല്യ സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിൻ മകനാക്കുവാൻ, തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ചേർന്ന് യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിൻ ആഴിത്തന്നിൽ മുങ്ങി ഞാൻ നിന്നു മണ്ണിൽ. സ്നേഹത്തിൻ ആഴിത്തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മണ്ണിൽ. ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയന്യേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ചേർന്ന് യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. അടുത്ത ഈരടികൾ ചേർന്ന് പാടുമ്പോ എന്നുമേ ഞാൻ ഇനിയും നിന്നോട് സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ല ഈ ബന്ധം മാറ്റുവാൻ, എന്തൊരു ഭാഗ്യമിതേ. പൗലോസ് പറയുക, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് രാവിലെ നാം ഒരുമിച്ച് പറയുക, കർത്താവേ ഈ ബന്ധം മാറ്റാൻ കഴിയത്തില്ല. യെസ് ആമേൻ. എന്നുമേ ഞാനിനിയും നിന്നോട് സ്വന്തമത്രേ. കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, എന്നുമേ ഞാനിനിയും നിന്നോട് സ്വന്തമത്രേ.
ശക്തമൻ ഈ ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിതേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. ചേർന്ന് ഒരുമിച്ച്. ഭൂതലം വെന്തുരുകും, താരകങ്ങൾ മറയും. എന്നാൽ അന്നുമൻ യേശുവിൻ, അന്നുമൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഹൃദയമായി ഒരുമിച്ച് പറഞ്ഞാട്ടെ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. പ്രിയ കർത്താവേ, നിന്റെ പാദപീഠം കുമ്പിടുകാരങ്ങൾ ഒന്നുമേ ശക്തമല്ല ഈ ബന്ധം മാറ്റാൻ. എന്തൊരു ഭാഗ്യമായത്. മറ്റെവിടെയും ചെല്ലുന്നതിനേക്കാൾ നിന്റെ പാദത്തിൽ വന്ന് കുമ്പിടുന്നത് എത്ര ശ്രേഷ്ഠമാണപ്പ. ഭൂതലം വെന്തുരുകും, ഈ കാണുന്ന താരകങ്ങൾ നക്ഷത്രങ്ങൾ മറിയും. പക്ഷേ എല്ലാം പോയാലും എല്ലാം അസ്തമിച്ചാലും അന്നും എൻ യേശുവിൻ അൻപിൻ കരങ്ങളിൽ ഞങ്ങൾ വിശ്രമിക്കും. ഞാൻ ഉറപ്പതാണ്, ഞാൻ ഉറപ്പതാണ്. അങ്ങ് ഞങ്ങളെ കൈവിടില്ല, മൃത്യുവിലും ഞങ്ങളെ വിട്ട് മാറുകയില്ല. ഞങ്ങൾ അങ്ങോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. എത്ര സൗഭാഗ്യമാണപ്പ. ആ നന്ദി പറഞ്ഞ് ഞങ്ങൾക്ക് സ്തോത്തിക്കുക. ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. അല്പനിമിഷങ്ങളുടെ കർത്താവേ, നിന്റെ പാദത്തിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഞങ്ങൾ സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുമിച്ച് കർത്താവ് വീണ്ടും നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം പഠിച്ചു വരുന്ന ഭാഗത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പരമപാദ പീഠത്തിങ്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തുടർമാനമായി നാം കർത്താവിന്റെ വചനം പഠിക്കുകയാണ്. എനിക്കറിയാം ധാരാളം ദൈവമക്കൾ ഈ സന്ദേശം തുടർമാനമായി കേൾക്കുന്നുണ്ട്. കർത്താവ് അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടർന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 110 സങ്കീർത്തനം 1 വാക്യമായി നാം കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രദ്ധിക്കുകയാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കാം. ക്രിസ്തു പിതാവിന്റെ
പാദത്തിൽ ഇരുന്നത് കൊണ്ട് ശത്രു അവന്റെ പാദപീഠമായി. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നമുക്ക് എന്തെല്ലാം ലഭിക്കും എന്നതാണ് നാം ചിന്തിക്കുന്നത്. ഒന്ന്, ശത്രു നമ്മുടെ പാദപീഠമാകും. രണ്ട്, പാപക്ഷമ പ്രാപിക്കാൻ കഴിയും. മൂന്ന്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. അവർ തൃക്കാൽക്കലിരുന്നു, തിരുവചനം പ്രാപിച്ചു. നാലാമതായി നാം ചിന്തിച്ചത്, അവന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ മഹത്വം കാണാൻ കഴിയും. ആമേൻ. വിശുദ്ധ പർവ്വതത്തിൽ ഞങ്ങൾ അവനോടൊപ്പം ഇരുന്നപ്പോൾ ഞങ്ങൾ അവന്റെ മഹത്വം കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത്, നാം ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ചെന്നിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമ്മെ തന്നെ കാണാനും നമ്മെ തന്നെ താഴ്ത്തുവാനും ഇടയാക്കുകയാണ്. അത് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ദാവീദ്, നാഥാൻ പ്രവാചകൻ തന്നോട് അരുളി ചെയ്ത പ്രവചന ഭാഗങ്ങൾ, ദൈവം കൊണ്ടുവന്ന വഴികൾ, ആട്ടിൻ തൊഴുത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ പച്ചപ്പുൽമേട്ടിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ അവൻ ആയിരിക്കുന്ന സാഹചര്യവും ഇനി അവനും അവന് ശേഷം അവന്റെ സന്തതിക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ദൈവിക വാഗ്ദത്തങ്ങളെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് ചെയ്തത്, യഹോവയുടെ സന്നിധിയിൽ അകത്ത് ചെന്ന്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഴങ്കാൽ മടക്കി കരങ്ങൾ ഉയർത്തി പറയുക, യഹോവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗ്രഹവും എന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, അവന്റെ പാദപീഠത്തിൽ ചെന്നിരിക്കുമ്പോഴാണ് നമ്മൾ ഒന്നുമല്ലെന്നും നമ്മൾ ഏതുമല്ലെന്നും അവൻ നടത്തിയ വിധങ്ങളാണെന്നും പറയാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടെ ഇന്ന് പകൽ ദൈവസന്നിധി വന്നിട്ട് എത്ര ദൈവങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട്, നിന്റെ കൃപയാണപ്പാ ഇവിടെ വരാൻ കാരണം, നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാണ്, നിന്റെ പാദത്തിൽ ഇരുന്നത് കൊണ്ടാണ്, നിന്നെ പിൻപറ്റാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ്. നമുക്ക് ഇത് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒത്തിരിയുണ്ട്. എനിക്കും നിങ്ങൾക്കും പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒരു കൈവണ്ടി സാധനവുമായി മാവേലിക്കര ടൗണിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ എവിടെ ചെന്ന് കിടക്കുമെന്നും എന്തായി തീരുമെന്നും എങ്ങനെയൊക്കെയായി തീരുമെന്നൊക്കെ വേദനിക്കപ്പെട്ട സമയമുണ്ട്. പക്ഷേ അവന്റെ പാദപീഠത്തിൽ ഇരുന്നവരെ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും അവന്റെ സന്നിധിയിൽ ചെന്നിട്ടുള്ളവരെ ആരെയും അവൻ ഉപേക്ഷിക്കത്തില്ലെന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മാതാവും ഞങ്ങൾ സഹോദരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവർത്തിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണത്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയാനാ. സ്വദേശത്തും വിദേശത്തൊക്കെ ദൈവം സ്വന്തമായി ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഒന്നുമില്ലാതെ ഇറക്കി വിട്ടപ്പോ അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ മാനിക്കാൻ കാരണം കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാ, ദൈവ സന്നിധിയിൽ വന്ന് മുഴങ്കാലും അടക്കുമ്പോ കണ്ണ് നിറഞ്ഞ് അപ്പ നീ നടത്തിയതല്ലാതെ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയുന്നു. ഒരിക്കൽ കൂടെ പറയാ, ആ പാദപീഠത്തിൽ ചെന്ന് പറ, ദൈവമേ, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, നിന്റെ കൃപയാണ്. ആത്മീക വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. സ്തോത്രം. എനിക്കും പറയാൻ കഴിയും. സ്തോത്രം. ആമേൻ. ആ പാദപീഠത്തിൽ ചെല്ലുമ്പം കണ്ണ് നിറഞ്ഞു പറയാൻ കഴിയും, ആമേൻ. സ്തോത്രം. പ്രായത്തെക്കാൾ അപ്പുറമായി, ശുശ്രൂഷയേക്കാൾ അപ്പുറമായി കർത്താവ് കൊണ്ടുവന്ന ആത്മീയ നിലവാരങ്ങളൊക്കെ ഓർക്കുമ്പോ എനിക്ക് പാദപീഠത്തിൽ ഇരിക്കാൻ പറ്റും. നിഗളിക്കാൻ വകയില്ല, പ്രശംസിക്കാൻ വകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങൾ ഏതുള്ളൂ, നിന്റെ കൃപയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഇന്ന് പകലാ ബോധമുണ്ടെങ്കിൽ ദൈവമക്കൾ അടങ്ങിയിരിക്കാൻ ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകൂ. ശക്തിയോടെ കർത്താവിന് അന്യഭാഷയിലോ ആത്മാവിന്റെ നിയോഗത്തോടോ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുണ്ടെങ്കിൽ
കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ കൃപകളെ ഓർക്കാൻ കഴിയട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക. പട്ടാളത്തിൽ ചേട്ടന്മാർ ഉണ്ടായതുകൊണ്ടല്ല അവൻ ദാവീദ് രാജാവായത്. കേട്ടോ കേട്ടോ കേട്ടോ, ഒരിക്കൽ കൂടെ പറയാ. പട്ടാളത്തിൽ രാജാവ് സ്തോത്രം ചേട്ടന്മാർ ഉള്ളത് കൊണ്ടോ രാജാവുമായി പരിചയമുള്ളത് കൊണ്ടോ അല്ല അവൻ സ്തോത്രം ദാവീദ് രാജാവായത്. ആമേൻ ആമേൻ. ദൈവം അവനെ തിരഞ്ഞെടുത്തത് കൊണ്ടാ, ദൈവം അവനെ അഭിഷേകം ചെയ്തതുകൊണ്ട് ഇന്ന് പകൽ പറയാൻ പറ്റുന്നുണ്ടോ? എന്റെ മിടുക്കല്ല, എന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, എന്റെ പാരമ്പര്യമല്ല, എന്റെ കഴിവല്ല, എന്റെ രക്തബന്ധങ്ങളുടെ മിടുക്കല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല. കർത്താവിനെ തെരഞ്ഞെടുത്തു, കർത്താവിനെ തെരഞ്ഞെടുത്തു, കർത്താവിന്റെ ആത്മാവിന്റെ മേൽ പകർന്നു. ഓ യാക്കോബ് പറയാ, ഒരു വടിയോടുകൂടെ ഞാൻ യോർദാൻ കടന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പൊ രണ്ട് കൂട്ടമായി. അങ്ങ് എന്നോട് കാണിച്ച സകല വിശ്വസ്തതയ്ക്കും ദയയ്ക്കും ഞാൻ അപാത്രമാണ്, എനിക്ക് യോഗ്യതയില്ല. എന്നോട് അങ്ങ് വിശ്വസ്തത കാണിക്കാൻ ഞാൻ വിശ്വസ്തനല്ലായിരുന്നു. ഇന്ന് മകൾ പറയാം കേട്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടല്ലെന്ന്, നമ്മുടെ കഴിവ് കൊണ്ടല്ലെന്ന്, സ്തോത്രം ദൈവത്തിന്റെ കൃപ കൊണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ അവിശ്വസ്തരായി മാറി, എത്രയോ പ്രാവശ്യം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ അകന്നു മാറി. അവൻ നമ്മെ കണക്കിടാതെ, അകത്യം കണക്കിടാതെ, പാപം കണക്കിടാതെ നടത്തിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഓർത്ത് ഇന്ന് മകൾ ഒരിക്കൽ കൂടെ അപാത്രമാണ്, ഞാൻ അപാത്രം. ഇത് വല്ലപ്പോഴും ഒക്കെ പറഞ്ഞോണം. സ്തോത്രം 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 കേട്ടോ. വല്ലപ്പോഴും ഒക്കെ കരഞ്ഞ് പറഞ്ഞോണം. നിഗളം എവിടെങ്കിലും കയറുന്നുണ്ടെങ്കിൽ, അഹങ്കാര മനസ്സ് എവിടെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സ്തോത്രം താഴെ വീണ് പറയണം, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല. സ്തോത്രം സ്തോത്രം കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആവശ്യങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറം നടത്തിയ വിധം ഒന്ന് ഓർത്തോണം. അത് മതി. ഒത്തിരി ആവശ്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ് ആമയും പറയുന്നതിനേക്കാൾ കർത്താവേ ഇതുപോലെ നടത്തിയത്, അയ്യോ ഇനിയും നടത്താൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. രക്തബന്ധങ്ങളിൽ വെച്ച്, കുടുംബങ്ങളിൽ വെച്ച്, സ്തോത്രം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തു എന്നെ ശുദ്ധരോടൊത്ത് വസിപ്പാൻ. കേട്ടോ, അത് ഓർത്തോണം. ആ സ്നേഹത്തെ ഓർത്തോണം, ആ സ്നേഹത്തെ ഓർത്തോണം. മുമ്പോട്ട് വരാം. അവന്റെ പാദപീഠത്തിൽ ചെന്നിരിക്കുമ്പോഴാണ് നടത്തിയ വിധങ്ങളെ ഓർക്കാൻ കഴിയുന്നത്. ഉടതുണിക്ക് മറുപടി ഇല്ലാതെ ജീവിച്ച സന്ദർഭം. ദൈവമേ, അടുത്ത മഴയ്ക്ക് മുമ്പ് എങ്ങനെങ്കിലും ഈ ഓല ഒന്ന് മാറ്റി ഒന്നും മേയണം എന്ന് ചിന്തിച്ച സമയം മറക്കരുത് കേട്ടോ. ഇന്ന് നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോ ഒത്തിരി നടന്ന് അവൻ അപ്പോഴൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിച്ചുണ്ട്, കർത്താവേ എന്തെങ്കിലും ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച അനുഭവം എനിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്തെല്ലാം അനുഭവിക്കുന്നെങ്കിലും അതിന്റെ പിന്നിൽ ദൈവം നടത്തിയതാണെന്നും ദൈവം തന്നതാണെന്നും ഒരു ബോധ്യമുണ്ടാകണം. ആ പരമപാദ പീഠത്തിൽ ചെന്ന് പറയണം, നടത്തിയ വിധങ്ങൾക്ക് നന്ദി. അവൻ നിയോഗമുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എല്ലാ നടത്തിപ്പുകൾക്കായി, എല്ലാ വഴികൾക്കായി നന്ദി. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിയും നടത്തും. നാളെ ഓർത്ത് നീറണമോ? നിന്റെ മനസ്സ് വ്യാകുലപ്പെടണമോ? വേണ്ട വേണ്ട. ഇതുവരെ നടത്തിയതയോ ഇനിയും നടത്താൻ ശക്തന. അവൻ കണ്ണുകൾ നിറഞ്ഞ്, അവൻ സ്തോത്ര ഹൃദയം തകർന്ന് ദൈവത്തോട് പറയാൻ കഴിയണം, കർത്താവേ നിന്റെ വഴികൾ എത്ര വിശാലമാണ്. മരണത്തെ മുഖാമുഖമായി കണ്ട അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ കഴിയും. അവൻ വിസ്തരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നല്ല
എത്രയോ പ്രാവശ്യം മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടുണ്ടെന്നറിയാമോ? സ്തോത്രം. അവ എത്രയോ രോഗങ്ങൾ എന്റെ ശരീരത്തിന്മേൽ അലയടിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്റെ ജീവനെതിരെ എത്രമാത്രം പിശാച് വെല്ലുവിളിച്ചിട്ടുണ്ടെന്നറിയാമോ? അവിടെ നിന്നും ഞാൻ ജീവനോട് ഇപ്പോൾ ആയിരിക്കുന്നത് എന്റെ മെഡിക്കല്ല, ഞാൻ കഴിച്ച മരുന്നിന്റെ സ്തോത്രത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒന്ന് ഗുണം കൊണ്ടല്ല, കർത്താവ് നടത്തിയത് കൊണ്ടാണ്. പറഞ്ഞു പോയാൽ ഒത്തിരിയുണ്ട്. ഞാൻ പറഞ്ഞത് പാദപീഠത്തിൽ ചെന്നിട്ട് പറയണം ഒന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ പാദത്തിൽ ചെന്നിരുന്ന് പറയണം കേട്ടോ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അവര് ജീവിച്ചപ്പോ, അവര് ജനിച്ചപ്പോ നല്ല വീട് കിട്ടി, അവര് ജീവിക്കുമ്പോ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷേ സ്തോത്രം പറഞ്ഞു കൊടുക്കാൻ മടിക്കരുത്. നടത്തിയ വിധങ്ങൾ ഞാൻ എപ്പോഴും പറയാമല്ലോ, അവയെ പല അനുഭവങ്ങളും എനിക്കറിയില്ല. സ്തോത്രം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സംഭവിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്റെ മാതാപിതാക്കൾ അവയെ ഓരോന്നോരോന്നായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മറക്കാതിരിക്കത്തക്ക വിധത്തിൽ, എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കത്തക്ക വിധത്തിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, തലമുറയോടത് പറഞ്ഞു കൊടുക്കണം. യോർദാൻ കടക്കുമ്പോൾ പറയാം, കല്ലെടുത്തോണം, 12 കല്ലെടുത്തോണം. തലമുറയോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വല്ലപ്പോഴും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒന്നുകൂടെ പറയാ, അവൻ വീട്ടിലൊക്കെ അവൻ ഇതുപോലെ കല്ലുകൾ ഉണ്ടായിരിക്കണം. കല്ല് പെറുക്കി വെക്കാനല്ല ഞാൻ പറഞ്ഞേ, അടയാളങ്ങൾ വെക്കണം. അടയാളം ഉണ്ടായിരിക്കണം. തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, കുഞ്ഞേ അവൻ നീ കളിക്കരുത്, നീ അഹങ്കരിക്കരുത്, അവന്റെ സന്നിധിയിൽ താഴാൻ തയ്യാറാകണം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ടല്ലേ അവൻ സ്തോത്രം ആവർത്തന പുസ്തകത്തിൽ തന്നെ ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ നല്ല വീട്ടിൽ പാർക്കുമ്പോ, നല്ല ആഹാരം കഴിക്കുമ്പോ, നീ തിന്ന് തൃപ്തരാകുമ്പോ, നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ, നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കുമ്പോ, ഒരു കാര്യം ഓർക്കണം, എന്റെ കൈയുടെ ബലം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി എന്ന് നീ ഹൃദയത്തിൽ പോലും പറയാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ. സ്വത്രം, 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 സ്വത്രം കേട്ടോ. ഒന്നുകൂടെ പറയാം, ഹൃദയത്തിൽ പോലും എന്ത് ചെയ്യരുത്, പറയരുത്. പറയാതിരിക്കണമെങ്കിൽ പാദത്തിൽ ചെന്ന് പറയണം. പാദത്തിൽ ചെന്ന് വീണ് പറയണം, നീ തന്നതല്ലാതെ ഒന്നുമില്ലെന്ന്. രാജസ്ഥാനത്തിരിക്കുന്ന അധികാരമുള്ള പ്രൗഢിയുള്ള ദാവീദ് പാദപീഠത്തിൽ ചെന്നിട്ട് പറയുക, ഞാൻ എന്തുള്ളൂ, ഞാൻ ആർ, എന്റെ കുടുംബം എന്തുണ്ട്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തൊരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇനി അടുത്ത പോരിലേക്ക് ഞാൻ വേഗം പ്രവേശിക്കാം. അങ്ങനെയാണെങ്കിൽ പാദപീഠത്തിൽ ചെന്നിരുന്നാൽ നമ്മെ കാണുന്നതിനും നമ്മെ തന്നെ താഴ്ത്തുന്നതിനും മുഖാന്തരമാകും. സ്തോത്രം. അതിനോട് ചേർന്നങ്ങ് പറഞ്ഞു വരാം. എഴുപത്തിമൂന്നാം സങ്കീർത്തനം അറിയാവുന്ന വാക്യ സങ്കീർത്തനമാ. ആസാഫ് ചുറ്റും നോക്കി, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോ അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് വേദന, അവർ വേഗം തടിച്ചുകൊണ്ടിരിക്കുന്നു, അവർ കണ്ണ് പുഷ്ടി കൊണ്ടുകൊണ്ടിരിക്കുന്നു. ചുറ്റുപാടും നോക്കി കേട്ടോ, ചുറ്റുപാടും നോക്കി. ചുറ്റുപാടും നോക്കിയോ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർ ഉപവസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയത് നമ്മുടെ ചിന്തയിലേക്ക് വരാം. കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ചു, പലതുമില്ല. ഇല്ലായ്മകൾ ലിസ്റ്റെടുത്തു, ഇല്ലായ്മകൾ ലിസ്റ്റെടുത്തു. ഇല്ല 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 ഇല്ല. മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കി, അവർക്ക് പലതുമുണ്ട്, എനിക്കില്ല. അവർക്ക് വേദന ഒട്ടുമില്ല, എനിക്ക് വേദനയുണ്ട്. അവർക്ക് പുഷ്ടിയുണ്ട്, എനിക്ക് പുഷ്ടിയില്ല. അവർ നന്നായിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു.
ഒരു കുഴപ്പമില്ല. ഓക്കെ. പക്ഷേ എന്നെ ചിന്തിപ്പിക്കാൻ എന്നോട് പറഞ്ഞുള്ള കാര്യമാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. 70 സങ്കീർത്തനത്തിന്റെ 16 വാക്യം. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോ എനിക്ക് പ്രയാസമായി തോന്നി. എന്റെ ബുദ്ധി നമ്മൾ പിടിക്കുന്നില്ല. ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്കെന്താ ഇതൊക്കെ? പലർക്കുമില്ലാത്തതല്ലേ എനിക്കുള്ളത്? കഷ്ടങ്ങളുടെ എണ്ണം നോക്കിയാൽ, ഇല്ലായ്മകളുടെ എണ്ണം നോക്കിയാൽ, ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി. ഇത് ഞാൻ ഗ്രഹിപ്പാൻ ഇച്ഛിക്കപ്പോ, നിരൂപിച്ചപ്പോ എനിക്കെന്തായി? പ്രയാസമായി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടാൻ പറയാൻ പോവാ. ഒടുവിൽ ആ പരമപാത പീഠത്തിലൊക്കെ ചെന്നു. കേട്ടോ, നിനക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള വിഷയം ഉണ്ടെങ്കിൽ ആ പരമപാത പീഠത്തിലൊക്കെ ചെല്ലണം. കേട്ടോ, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വാക്ക് അങ്ങനെ പറയാൻ ഞാൻ. ഒടുവിൽ ഞാൻ ഇവിടെ ചെന്നു, അവന്റെ പാദപീഠത്തിൽ ചെന്നു. ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ടോ നിനക്ക്? ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എവിടെ ചെന്നാ മതി? പാദപീഠത്തിൽ ചെല്ലണം. പാദപീഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവരുടെ അന്തം എന്താവും എന്ന് ഞാൻ ചിന്തിച്ചു. വെളിപ്പാട് മാറി, കാഴ്ചപ്പാട് മാറി. കണ്ടോ, പരമപാത പീഠത്തിക്കൽ ചെന്നാൽ കാഴ്ചപ്പാട് മാറും. ഈ ലോകത്തിലേക്ക് നോക്കുന്നത് മാറും, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് മാറും. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇരുപത്തൊന്നാം വാക്യം കണ്ടോ? ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. കേട്ടോ, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. നിന്റെ മുമ്പിൽ ഒരു മൃഗം പോലായിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്, ഇത്രയൊക്കെയായിട്ടും എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ. ഈ ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്ത വരാൻ സാധ്യത ഉണ്ട്. അവർക്ക് വേദനയൊന്നുമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെക്കാട്ടിൽ നന്നായിട്ട് അവർ ജീവിക്കുന്നു, ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ പാദപീഠത്തിൽ എഴുതി കഴിഞ്ഞപ്പോ ആസാഫിന് ഒരു കാര്യം മനസ്സിലായി. അതാണ് അടുത്ത വാക്യം. നീ എന്നെ വലം കൈക്ക്. എത്രവർക്ക് സ്വത്രം പറയാൻ പറ്റുന്നുണ്ട്? ഈ പാദപീഠത്തിൽ ഇരിക്കുമ്പോഴേ വലം കൈക്ക് പിടിച്ചവനെ അറിയാൻ പറ്റത്തുള്ളൂ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും ഞാൻ നിന്റെ അടുക്കല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീ എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അടുത്തത്, നിന്റെ ആലോചനയാൽ. എന്താ നിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആലോചന നീ നടത്തുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഏത് ക്രൈസിസ് ആയാലും, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഏത് വേദനയാണെങ്കിലും അതിന്റെ പിന്നിൽ എന്തുണ്ട്? നിന്റെ ആലോചനയുണ്ട്. ഓ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുണ്ടോ ഇവിടെ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്താ പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയും ആരുടെ ആലോചനയാ? ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ?
നമ്മൾ പറയുന്നത് നീ എന്നെ മറന്നെന്നാ. കർത്താവെ നീ എന്നെ ഓർക്കുന്നില്ലയോ? പക്ഷേ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോ, പാദപീഠത്തിൽ ചെന്നിരുന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. ഞാൻ നടക്കുന്നത് എന്റെ ഹിതമല്ല. എന്റെ കൈ പിടിച്ച്, എന്റെ വലം കൈ പിടിച്ച് തന്റെ ആലോചനയാ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലൊന്ന് ധൈര്യപ്പെട്ടോണം കേട്ടോ. അവൻ എന്റെ നടപ്പ് മുഴുവൻ അവന്റെ ആലോചനയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം നടക്കുന്നത് മൊത്തം ദൈവത്തിന്റെ ആലോചനയിലാണെന്ന് വിചാരിച്ചാൽ, ഉറപ്പായാൽ നിരാശപ്പെടില്ല. നമുക്ക് നിരാശ ഉണ്ടാകില്ല. കാരണം എന്റെ ഏത് പ്രതിസന്ധി ആരറിയുന്നുണ്ട്? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? സ്തോത്രം. എന്റെ ഏത് വേദന ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. അതിന്റെ പിൻപിലെല്ലാം ദൈവത്തിന്റെ ഒരു ആലോചനയുണ്ട്. കാരണം ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാ. സ്തോത്രം. അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാ എന്റെ ദൈവം. അതുകൊണ്ട് എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നടക്കുന്നത് അവന്റെ ആലോചനയില്ല. എന്നിട്ട് പറയാണ് സ്തോത്രം, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക, ഈ ഭാഗം മുമ്പോട്ട് പറഞ്ഞ വേഗം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പാദപീഠത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ പല സംശയങ്ങളും മാറുന്നത് കേട്ടോ. ഗ്രഹിക്കാൻ പ്രയാസമുള്ള സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നത് അവന്റെ പാദപീഠത്തിൽ ചെല്ലുമ്പോഴാണ്. എന്നിട്ട് അറിയാവുന്ന വാക്യല്ലേ, അതാ പറയാ, സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കണ്ടോ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ. മുമ്പത്തെ ആഗ്രഹം എന്തായിരുന്നു? മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ. സത്യം പറയട്ടെ, നമ്മുടെ പല ടെൻഷന്റെയും കാരണം എന്തുവാ? മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ. അപ്പുറത്തെ വീട്ടിലൊന്നുണ്ടെങ്കിൽ നമുക്കൂടെ, മറ്റുള്ളവർക്ക് അതുണ്ടെങ്കിൽ നമുക്കൂടെ. ഇതുണ്ടാകുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ ഉള്ളത്. ഇപ്പോൾ വിശദമാക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പറയുക, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാന്. എപ്പോഴാ ഇത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു. അവന്റെ തൊട്ടു മുമ്പ് വരെ ഇതുമായിരുന്നു, ഇല്ലേ ഇല്ലേ എന്നുള്ള. തൊട്ടു മുമ്പ് വരെ എന്തായിരുന്നു? അവർക്കൊണ്ട് എനിക്കില്ല. ഇതല്ലേ നമ്മുടെ പ്രശ്നം മൊത്തം. നമ്മുടെ പ്രശ്നം മൊത്തം ഇതല്ലേ, അവർക്കൊണ്ട് എനിക്കില്ല. പലരുമായി തട്ടിച്ചു നോക്കിയിട്ട് ഇല്ലാത്തതിന്റെ വേദനയാണ് നമുക്ക് പലപ്പോഴും. ഞാൻ ചോദിക്കട്ടെ, 3 നേരം കഴിക്കാൻ ദൈവം തന്നിട്ടുണ്ടല്ലോ? ഹലോ, ഇല്ലേ? കാശ് കൊടുക്കാതെ ഓക്സിജൻ ദൈവം തന്നിട്ടുണ്ടല്ലോ. കേറിക്കിടക്കാൻ ചെറിയൊരു കൂര ദൈവം തന്നില്ലേ? ഇല്ലാത്ത എത്ര പേരുണ്ട്? ഞാൻ എപ്പോഴും പറയും, ഉള്ളതിന് കർത്താവിന് സ്തോത്രം ചെയ്യും. പരാതികൾ മാറ്റി വെച്ചിട്ട് ഉള്ളതിന് കർത്താവിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. പാദപീഠത്തിൽ ചെന്നിട്ട് ആസാബ് പറയുക, എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും നീ മാത്രമേ ഉള്ളൂ, നിന്നെ അല്ലാതെ ഒന്നും ഞാൻ. ഞാൻ ആ ഭാഗം വേഗം പറഞ്ഞു, എന്റെ ഉള്ളിലുള്ള ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്നെ അല്ലാതെ ഞാൻ. അതിന്റെ അർത്ഥം എന്താ? പാദപീഠത്തിൽ ചെന്നിരുന്നാൽ പിന്നെ ആരെയുള്ള ആഗ്രഹം? Praise the Lord. Praise the Lord. ശരിക്കും നമ്മളൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പിന്നെ അവിടെ നിന്ന് പോകാൻ തോന്നത്തില്ലല്ലേ? ആ പാദപീഠത്തിൽ ചെന്നൊന്ന് വീണ് എഴുന്നേൽക്കാൻ തോന്നത്തില്ലല്ലോ. സ്തോത്രം അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ പരിസരം മറന്ന് സകലവും മറന്ന് നിന്നെ ആരാധിക്കാൻ. ഇതൊക്കെ സംഭവിച്ചിട്ടൊക്കെ എത്ര വർഷമായെന്ന് ചിന്തിച്ചാൽ മതി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്
Praise the Lord. Praise the Lord. Praise the Lord. ആസാ പറയാ, നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴാണ് തിരിച്ചറിയുന്നറിയോ? പാദത്തിൽ ചെന്ന് വീണപ്പം. ആ പാദത്തിൽ ചെന്ന് വീണ് കഴിയുമ്പോ നമുക്ക് പറയാൻ പറ്റും, നീ എനിക്ക് മതി, നിന്റെ സാന്നിധ്യം എനിക്ക് മതി. ഒന്നിനെ പറഞ്ഞു നിർത്താം ആ ഭാഗം. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഭൂമിയിൽ ആര് മതി? നീ മതി. ഇതെപ്പോ ഉണ്ടായതാ? നമ്മുടെ കാഴ്ചപ്പാട് മാറിയത് എവിടാ? നമ്മുടെ വിട്ടേക്കാം. ഇന്നെ ആത്മീയ ലോകത്തെ മൊത്തം നോക്കിക്കോ. ദൈവസഭകളെ മൊത്തം നോക്കിക്കോ. എവിടെ നിറയെ പരാജയം ഉണ്ടായേ? നമ്മൾ പാടി ഇറങ്ങിയൊരു പാട്ടുണ്ട്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര. ശരിക്കും പറഞ്ഞ ഇപ്പം നമ്മുടെ പാട്ടെന്താ? കാഴ്ചപ്പാട് മാറിയില്ലേ? മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാൻ ഒന്നുമില്ലെന്നും വാഗ്ദത്ത ദേശമൻ മുമ്പിലുണ്ടെന്നൊക്കെ പാടി ഇറങ്ങിയതാ നമ്മൾ, അല്ലേ? മറ്റുള്ളവരുമായി ചേരാൻ, മറ്റുള്ളവരുമായി തുല്യത പ്രാപിപ്പാൻ ഇവിടെയൊക്കെയോ ഉണ്ടായ ചിന്തകളല്ലേ നമ്മെ ദൈവത്തിന് അകറ്റിയത്? ഇത് ഉണർവുണ്ടാകുന്ന മെസ്സേജ് അല്ലെന്ന് എനിക്കറിയാം. കാണണം ദൈവസഭയിൽ. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, താതന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി. പക്ഷെ ഇപ്പോഴും നോക്കാസാവിനെ പരമപാത പീഠത്തിങ്കൽ ചെന്ന് വീണ് കഴിഞ്ഞപ്പോ ആസാവ് പറയാം, ഭൂമിയിലും നിന്നെ അല്ലാതെ ഒന്നും ഞാൻ. നിങ്ങൾ വീട്ടിൽ പോയിട്ടേ ഒരു പേപ്പറും പേന എടുക്കണം, നിങ്ങളുടെ ആഗ്രഹം മൊത്തം എഴുതണം. തീരുവോ? കർത്താവ് നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് പറയാ, മോനെ മോളെ, നിന്റെ ആഗ്രഹം മുഴുവൻ പറഞ്ഞു, നിനക്കത് ഞാൻ നടത്തി തരാമെന്ന് പറയുമ്പോ അല്ലേ? നമുക്ക് ലിസ്റ്റ് കൊടുക്കാൻ ഒത്തിരിയുണ്ട്, എന്തെല്ലാം ലിസ്റ്റ് നമുക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ ആ പാദത്തിൽ ചെന്ന് വീട് കഴിഞ്ഞപ്പോ ഞാൻ അവസാനിപ്പിക്കാം. പൗലോസ് നോക്കിക്കേ, പൗലോസ് നോക്കിക്കേ. ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോ പൗലോസ് എന്താ പറയുന്നേ? ഈ കാണുന്നതെല്ലാം ഏത് വിധേനയും ക്രിസ്തുവിനെ എനിക്ക് നേടണം, എനിക്ക് അവനിലിരിക്കണം. എനിക്ക് ആ വർഷത്തിലൊക്കെ ഒന്ന് കയറി ഒന്ന് പറഞ്ഞു സമയമുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ സമയമില്ലാത്തത് വേഗം നിർത്താം. അധികാരത്തോട് അധികാരപത്രവുമായി സഞ്ചരിച്ചവൻ താഴെ വീണ് കഴിഞ്ഞപ്പോ, ആ പാലത്തിൽ വീട് കഴിഞ്ഞപ്പോ കാഴ്ചപ്പാട് മാറി. ആ വാക്യം വായിച്ചു നിർത്തിയില്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. തനിക്ക് ലാഭമായതൊക്കെ ഛേദമെന്നാൻ പൗലോസിന് പ്രേരണ നൽകിയതെന്താ? ആ പാദത്തിൽ ചെന്നിരുന്നപ്പോ തനിക്ക് ലഭിച്ച ദർശന വായിക്കാം.
ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരൂ വേഗം. 3-ാം അധ്യായം 9 അവസാനം തൊട്ടൊക്കെ വായിച്ചുവിടാം വേഗം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെഴുതുന്നു. നമുക്കറിയാം പൗലോസ് ആരായിരുന്നു. പക്ഷേ ആ പരമപാദവിയുടെ എത്തിച്ചെന്ന് വീട് കഴിഞ്ഞപ്പോ ദർശനം മാറി. ദമസ്കോസിന്റെ പടിവാതിൽ വരെ നോക്കിക്കേ, അധികാരമുണ്ടായിരുന്നു, അധികാര പത്രമുണ്ടായിരുന്നു. പ്രശംസിക്കാൻ ധാരാളം വകയുണ്ടായിരുന്നു. പക്ഷേ ആ പാദപീഠത്തിൽ ചെന്ന് വീട് കഴിഞ്ഞപ്പോ പൗലോസ് പറയാ, എനിക്കൊന്നും വേണ്ട, എല്ലാ ചവറും തന്നെയിട്ട് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് അവനിൽ ഇരിക്കണം. ഞാൻ ആ വാക്ക് മാത്രം എടുത്ത് നിർത്താം. എന്താ പറഞ്ഞേ? എനിക്ക് അവനിൽ ഇരിക്കണം. അവനെ നേടണം. ഒത്തിരി ഉണ്ട് അവിടെ. ആ വാക്ക് മാത്രം, അവനിൽ ഇരിക്കണം. വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അവനിൽ ഇരിക്കണം, അവന്റെ പാദത്തിൽ ഇരിക്കണം. പാദത്തിൽ ഇരിക്കുമ്പോഴാണ് എന്റെ ദർശനം മാറുന്നത്, എന്റെ കാഴ്ചപ്പാട് മാറുന്നത്, ചിലർ ഉപേക്ഷിക്കാൻ കഴിയുന്നത്. ആ ദർശനം പ്രാപിക്കണമെങ്കിൽ ആ പാദപീഠത്തിൽ പോയിരിക്കണം. പറയാ, ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ ഈ പകൽ എന്നോട് പറയാൻ, നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഭാഗം ഇതാണ്. ഈ ഭൂമിയിലെ മറ്റെല്ലാറ്റേക്കാൾ കർത്താവിനെ ആഗ്രഹിക്കാൻ, അവനിലിരിക്കാൻ, അവനെ നേടാൻ, ചവറെണ്ണേണ്ടതിനെ ചവറെണ്ണാൻ, പിൻപിലുള്ളതിനെ മറക്കാൻ അവന്റെ പാദത്തിൽ ചെന്നിരിക്കാമോ? ഞാൻ ചോദിക്കട്ടെ, ആ പാദപീഠത്തിൽ ഇരിക്കാൻ കഴിയാനതല്ലേ മറ്റു പലതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയത്? എല്ലാം കടപടയട്ടെ. ഞാൻ ഈ ദൂതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഞങ്ങളുടെ മനസ്സിനകത്ത് ഈ ദൂതെന്ന് കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ ശാന്തമായി ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മറ്റു പലതിനെ നോക്കി മനസ്സ് വേദനപ്പെട്ടു. എനിക്കില്ലല്ലോ, എനിക്ക് പലതുമില്ലല്ലോ. നിന്നെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പലതുമില്ലല്ലോ എന്ന് ഓർത്ത് വേദനിക്കുമ്പോ ആ വിശുദ്ധ സന്മന്ദിരത്തിലേക്ക് ചെന്ന്, ആ പാദപീഠത്തിലേക്ക് ചെന്നിട്ട് ആസാഫ് നോക്കാൻ തുടങ്ങി. ആസാഫിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇന്ന് നടക്കുന്നത് അവന്റെ ആലോചനയില്ല. എന്റെ വലങ്കை പിടിച്ചവൻ എന്നോടുകൂടെയുണ്ട്. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ദർശനം മറന്നു കണ്ടോ? കാഴ്ചപ്പാട് മറന്നു കണ്ടോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഞാൻ ആരെ കുറ്റം വിധിക്കുകയല്ല, എന്നോട് ഉൾപ്പെടെ നമ്മോട് ആത്മാവ് ചോദിക്കുക. ഇല്ലായ്മകളെ ഓർത്ത് പരിതപിക്കാതെ
ആ പാദപീഠത്തിൽ ചെന്നിട്ട് പറയാമോ, അപ്പാ നീ അല്ലാതെ എനിക്കൊന്നും വേണ്ട. നീ അല്ലാതെ എനിക്കൊന്നും വേണ്ട. നീ മതിയപ്പാ എനിക്ക്. ഒന്നോട് ഞാൻ ആവർത്തിക്കുക, പലതും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരുടെ സന്തതികൾ പലതിനു വേണ്ടി ആ നെട്ടോട്ടം ഓടുകയാണ്. നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പലതും വായിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും വേണ്ട ഇറങ്ങി തിരിച്ചവരുടെ സന്തതികളൊക്കെ എങ്ങനായി പോകുന്നു എന്നുള്ളത്, അവരൊക്കെ ഇപ്പൊ എങ്ങനായി മാറിയത്. ഞാൻ ആരെ കുറ്റം വിധിക്കാനല്ല പറഞ്ഞത്, നമ്മെ ഒന്ന് നോക്കാനാ പറഞ്ഞേ. ദർശനം മാറിയെങ്കിൽ, കാഴ്ചപ്പാട് മാറിയെങ്കിൽ, നേരത്തെ ഒക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ നമ്മൾ പറയായിരുന്നു, കർത്താവേ ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും നീ മതിയപ്പാന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ വാക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ പാതപിടത്തിൽ ഒന്ന് ചെല്ല്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. അക്കരെ വന്ന് ഗൗരവമായി പറ, നീ മാത്രം നീ മാത്രം മതി, നീ മാത്രം. ശബ്ദം ഉയർത്തി, യേശു മാത്രം. യേശു മാത്രം. അപ്പൊ അതിന് സാധിക്കും. ആ പാദപീഠത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ദർശനങ്ങളൊന്ന് മാറട്ടെ. പൗലോസ് പറയുന്നത് പോലെ നമുക്ക് പറയാം, നീ വേണം എനിക്ക്, നിന്നിൽ എനിക്കിരിക്കണം. അതിനുവേണ്ടി ഞാൻ എനിക്കുള്ളതെല്ലാം ചവര നേടുക. നിന്നെ അല്ലാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു, ഹൃദയം തുറന്ന് പറഞ്ഞു. എല്ലാവരും ഹൃദയം തുറന്ന് പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ ഭൂമിയിൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും, എന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും, നീ മതി എനിക്കെന്ന് പറയാൻ, നീ മതി എനിക്കെന്ന് പറയാൻ. അവന്റെ പാദപീഠത്തിൽ പ്രതിയോഗം പോലെ ഒരിക്കൽ കൂടെ ഞാൻ പറയുക, ഈ ദിവസങ്ങളിൽ ആവശ്യങ്ങളെ മാറ്റിവെച്ചിട്ട് സമയം വേർതിരിഞ്ഞ് കർത്താവിനോട് പറ, കർത്താവേ ഈ ഭൂമിയിൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിന്നെ എനിക്ക് വേണം. നിന്റെ സാന്നിധ്യമല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. നീ എനിക്ക് വേണമോ? നീ എനിക്ക് വേണമോ? പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു. ഈ ഭൂമിയിൽ അങ്ങ് അല്ലാതെ ഒന്നും വാങ്ങുക. പാദപീഠത്തിൽ വന്നത് തിരിച്ചറിയല്ലേ ആക്കണമേ. ആ പാദപീഠത്തിൽ വന്ന് വീട് മറ്റു ചിന്തകളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞങ്ങളുടെ പരാതികളെ, മറ്റുള്ളവരുമായി തൊട്ടിച്ചു നോക്കിയിട്ടുള്ള ഞങ്ങളുടെ നിരാശകളെ പുറമായി വിട്ടുകളഞ്ഞിട്ട് നിന്റെ പാദപീഠത്തിൽ വന്നിട്ട്
സ്വർഗത്തിൽ നീയല്ലാതെ, ഭൂമി നീയല്ലാതെ വേറെ ആരും വേണ്ട, വേറൊന്നും വേണ്ട. തീരുമാനത്തിലേക്ക് വരുവാൻ ഇറങ്ങി തിരിച്ചതിന്റെ ആ പ്രാരംഭ കാലഘട്ടങ്ങളിൽ അതാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. പലപ്പോഴും അതെല്ലാം വിട്ടു മാറി, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറി, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാറി, ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാറി. മടങ്ങി വരട്ടെ അപ്പാ. പാദപീഠത്തിൽ വന്നിട്ട് നിന്നെ മാത്രം സ്നേഹിപ്പാ, നിനക്ക് വേണ്ടി മാത്രമാകും ഒരുക്കം നൽകണമേ. ഞങ്ങൾ വന്നിരുന്ന വിഷയത്തിൽ നിന്റെ ആത്മാവ് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരിക്കുവാൻ സ്തോത്രം. ഈ ജനത്തെ മുഴുവൻ ആഴ്ത്തൽക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആലയത്തിലും സൂമിൽ കൂടി ഭവനങ്ങളിലും ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ഈ സന്ദേശം കേട്ട് നിന്റെ മുമ്പാകെ നിന്റെ പദമപാദപീഠത്തിൽ വന്നിരുന്ന് നീ മാത്രം മതി എന്ന് പറയാ താല്പര്യപ്പെട്ട ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്നെ മാത്രം സ്നേഹിപ്പാൻ, നിന്റെ സാന്നിധ്യത്തെ കൊതിക്കുവാൻ, നിന്നെ മാത്രം ആഗ്രഹിക്കുവാൻ ഈ ജനത്തിന് കൃപ നൽകണമേ. അതിനായി ഞങ്ങൾ ഒരുക്കണമേ. സമാധാനത്തോടെയുള്ള മടക്കി അയക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാലേക്ക് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാലേക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ സംസാരിച്ചതിനാലെ സ്തോത്രം. ഈ സഭായോഗത്തെ ദൈവമാക്കിയതിനാലേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസ്കാരം, പെരുമാറ്റം നമ്മുടെ നാം പ്രാർത്ഥിച്ച എല്ലാ വിശുദ്ധമേലും, ഈ മീറ്റിംഗ് സംബന്ധിച്ച ദൈവമേ, ലോകമാർച്ചതിൽ പാർക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ മേലും ഇന്ന് പരീക്ഷ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവജാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സമാധാനത്തോടെ മടങ്ങി പോകാം. കർത്താവ്